بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. وما توفيقي إلا بالله عليه توكلت وإليه أنيب. ഇവിടെ കൂടി ചേർന്നിട്ടുള്ള എല്ലാ സഹോദരന്മാരോടും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ, അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ റമദാനിൻ്റെ ഏറ്റവും അനുഗ്രഹീതമായ ദിവസങ്ങളിലൂടെ നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ ഓരോരുത്തരും അവരുടെ കഴിവിൻ്റെ പരമാവധി പല നന്മകളിലും അൽഹംദുലില്ലാ മുഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട്. അൽഹംദുലില്ലാ, അത് ഇബാദത്തുകളായിട്ടും ഇൽമിൻ്റെ ദറസുകളായിട്ടും പഠിച്ച ഇൽമിനെ അമൽ ചെയ്യാൻ വേണ്ടിയിട്ടും അങ്ങനെ ഓരോരുത്തരും അവരുടെ കഴിവിൻ്റെ പരമാവധി ഓരോ നന്മകളിലേക്ക് ഓടിക്കൊണ്ടിരിക്കുന്നുണ്ടാവും അല്ലെ. അൽഹംദുലില്ലാ, അല്ലാഹു സുബ്ഹാനഹു വതആല ഈ റമദാനിനെ ഏറ്റവും ഖൈറായ രീതിയിൽ പ്രയോജനപ്പെടുത്താൻ നമുക്കൊക്കെയും അവന്റെ റഹ്മത്ത് കൊണ്ട് തൗഫീഖ് നൽകട്ടെ. ആമീൻ. വൈസ് ഇന്ന് 4ാമത്തെ ദുആ ആണല്ലേ. അൽഹംദുലില്ലാ, ഓരോ ദിവസത്തിലും നമ്മൾ അള്ളാഹുവിൻ്റെ ദീനിനോടും അതുപോലെ നമ്മളുടെ ബലഹീനതയും മനസ്സിലാക്കി ഓരോ കാര്യങ്ങൾ അള്ളാഹുവിനോട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. വിശാലമായ അള്ളാഹുവിൻ്റെ ദീനിൽ നിന്നും ഓരോ കാര്യങ്ങളും നമ്മൾ അള്ളാഹുവിനോട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണല്ലേ. അൽഹംദുലില്ലാ. അപ്പോൾ 3 ദുആകളാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കിയത്. അതിൻ്റെ എപ്പോഴും പറയുന്നത് പോലെ അതിൻ്റെ വാക്കുകൾ ചെറുതാണെങ്കിലും അതിൻ്റെ ആശയം വളരെ വിശാലമാണ്. നമുക്കൊക്കെ അത്രയും ആവശ്യമുള്ള കാര്യങ്ങളാണ് ഈ 3 ദിവസം നമ്മൾ മനസ്സിലാക്കിയത്. അൽഹംദുലില്ലാ, പഠിച്ചതനുസരിച്ച് അള്ളാഹുവിനോട് ദുആ ചെയ്യാനും നമുക്ക് അള്ളാഹുവിൻ്റെ തൗഫീഖ് ഉണ്ടാവട്ടെ. ആമീൻ. ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്ന ദുആ എന്നുള്ളത് വളരെ ചെറിയൊരു ദുആ ആണ്. ഈ 3 ദിവസം നമ്മൾ കുറച്ചൊക്കെ ഒരു 1, 2, 3, 4 വരികളൊക്കെ ഉള്ള പ്രാർത്ഥനകളാണ് നമ്മൾ മനസ്സിലാക്കിയത്. ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് വളരെ ചെറിയൊരു ദുആ ആണ്. നമുക്കൊക്കെ എല്ലാവർക്കും പരിചയമുള്ള വാക്കുകളാണ്. പക്ഷെ എപ്പോഴും പറയുന്നത് പോലെ അതിൻ്റെ ആശയം സുബ്ഹാനല്ലാഹ് അത്രയും വിശാലമുള്ളതാണ്. സുബ്ഹാനല്ലാഹ്. എപ്പോഴും ദുആ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ദുആ ചെയ്യുന്നതിന് മുമ്പ് എന്ന് പറയുമ്പം അള്ളാഹുവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഓരോ കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കും. നമ്മൾ ഈ ദുആ ആരോടാണ് ചെയ്യുന്നത്? അള്ളാഹുവിനോടാണ് അല്ലേ. ഏറ്റവും മഹാനായിട്ടുള്ള നമ്മളെയും ഈ ലോകത്തെയും ഈ ഭൂമിയെയും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന അള്ളാഹുവിനോടാണല്ലോ നമ്മൾ ചോദിക്കുന്നത് അല്ലേ. അസ്മാഉൽ ഹുസ്ന, അള്ളാഹുവിൻ്റെ നാമങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാം. ഇന്നലെ ഒരു ക്ലാസ്സിൽ നിന്ന് മനസ്സിലാക്കിയതുപോലെ അള്ളാഹു സുബ്ഹാനഹു വതആലയെ കൂടുതൽ അറിയുമ്പോഴാണ് നമ്മൾ എന്താവുന്നത്, നമ്മൾ കൂടുതൽ വിനയപ്പെടുന്നതും അള്ളാഹുവിൻ്റെ ഗാംഭീര്യം കൂടുതൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുകയും ചെയ്യാം. പക്ഷെ നമ്മൾ സാധാരണ മനുഷ്യന്മാരെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കൂ. അതങ്ങനെയാണോ? നമ്മൾ ഒരാളെ പറ്റി കൂടുതൽ അറിയുമ്പോൾ എന്താ സംഭവിക്കുക? ഒരുപക്ഷെ നമുക്ക് ആദ്യം ഉണ്ടായ റെസ്പെക്റ്റ്, സ്നേഹം പിന്നെ അവരോട് ഉണ്ടാവണം എന്നില്ല. അവരുടെ ഉള്ളിൻ്റെ ഉള്ളും അവരുടെ ചിന്തകളും അവരുടെ എല്ലാ പ്രവർത്തനങ്ങളൊക്കെ നമ്മൾ അറിയുകയാണെങ്കിൽ ഇന്ന് നമ്മൾ ഈ കാണുന്ന സ്നേഹബന്ധം ചിലപ്പോൾ അവരോട് നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റണമെന്നില്ല. കാരണം പല ന്യൂനതകളും പല പ്രശ്നങ്ങളും നമ്മൾ അറിയാൻ തുടങ്ങും. പക്ഷെ ലോകരക്ഷിതാവായ റബ്ബുൽ ആലമീനെ അള്ളാഹുവിനെ പറ്റി അറിയുമ്പോൾ അങ്ങനെയല്ല. നമ്മൾ ഓരോ കാര്യങ്ങൾ അറിയുമ്പോൾ നമ്മളെ ഹൃദയം വിറക്കാൻ തുടങ്ങും. നമ്മൾ ചെറുതായിട്ട് ഫീൽ ചെയ്യും. നമ്മൾ വിനയപ്പെടും. ശരിക്കും ദുആ ചെയ്യുന്ന സമയത്ത് നമ്മളെ ഹൃദയം അങ്ങനെയാണ് വേണ്ടത്. കാരണം നമ്മൾ ഏറ്റവും ആവശ്യക്കാരാണ്. ഏറ്റവും ആവശ്യക്കാരെന്ന് പറഞ്ഞാൽ ഫക്കീറാണ് നമ്മൾ. നഹ്നു ഫുഖറാ എന്നാണല്ലോ അല്ലേ. സുബ്ഹാനല്ലാഹ്. ചോദിക്കുന്നത് അത്രയും നമുക്ക് ആവശ്യമുണ്ട്. നമ്മൾ യാചകന്മാരാണ് അള്ളാഹുവിൻ്റെ മുമ്പിൽ. അത്രയും നമുക്ക് ആവശ്യമുണ്ട്. അത് ഏത് ദുആ ആയിക്കോട്ടെ, അതിലുള്ള ഓരോ തേട്ടങ്ങളും നമുക്ക് അത്ര ആവശ്യമുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാം. ശരിക്കും നമ്മൾ വൈകുന്നേരത്തെ രാവിലത്തെ അദ്കാറിൽ ഒരു ദുആ പറയുന്നുണ്ടല്ലോ, യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ് അസ്ലിഹ് ലി ശഅനി കുല്ലഹ് വലാ തകിൽനി ഇലാ നഫ്സി തർഫത ഐൻ. അതിന്റെ അർത്ഥം പലർക്കും അറിയാൻ പറ്റും. സുബ്ഹാനല്ലാഹ്. എന്താണ് നമ്മൾ അവിടെയൊക്കെ എന്ന് പറയുമ്പോൾ നമ്മളെ ബലഹീനത നമ്മൾ അള്ളാഹുവിനോട് സമർപ്പിക്കണം. പഠിച്ചവന് ഒരു നിമിഷം പോലും എന്നെ എന്നിലേക്ക് ഏൽപ്പിക്കരുത്. അള്ളാഹു നീ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ സ്വീകരിക്കണം. അപ്പൊ അതുകൊണ്ട് എന്ത് ദുആ ചെയ്യുമ്പോഴും നമ്മൾ ഭൂമിയോളം നമ്മൾ താണിട്ടുണ്ടാവണം നമ്മളെ ഹൃദയം.
അത്രയും ആവശ്യമാണ് നമുക്ക് ഓരോ കാര്യങ്ങളും. പിന്നെയോ അള്ളാഹുവിനെ ഏറ്റവും വലുപ്പത്തിൽ മനസ്സിലാക്കുകയും ചെയ്യുക. അപ്പൊ നമുക്ക് എന്താക്കാൻ പറ്റും? ദുആ ചെയ്യുന്ന സമയത്ത് അത് നമ്മൾ അത്രയും ആവശ്യത്തിൽ നമുക്ക് ദുആ ചെയ്യാൻ പറ്റും. റബ്ബി ഇന്നി ലിമാ അൻസൽത ഇലയ്യ മിൻ ഖൈരിൻ ഫഖീർ എന്നാണല്ലോ. അള്ളാഹു നമുക്ക് ഇറക്കി തരുന്ന എന്തിനും നമ്മൾ എന്താണ്? ഫഖീറാണ്, ആവശ്യക്കാരാണ്, യാചകന്മാരാണ് അല്ലെ? നമ്മുടെ വീട്ടിലിരുന്ന ഒരു യാചകൻക്ക് നമ്മൾ 10 റുപ്യ കൊടുത്താലും 5 റുപ്യ കൊടുത്താലും അവർക്ക് അത് അത്രയും ആവശ്യമാണല്ലേ? സുബ്ഹാനല്ലാഹ്. അപ്പം ആ ഒരു കാര്യം ഇൻട്രൊഡക്ഷൻ ആയിട്ട് സൂചിപ്പിച്ചെന്ന് മാത്രം. ഇൻഷാ അല്ലാഹ് നമുക്ക് നമ്മളുടെ ദുആയിലേക്ക് കടക്കാം. ഇന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് ദുആ ചെയ്യാൻ പഠിപ്പിച്ചു തന്ന ഒരു മനോഹരമായിട്ടുള്ള, അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, എന്നാൽ വളരെ വാക്കുകൾ കൊണ്ട് വളരെ ചെറുതായിട്ടുള്ള ഒരു പ്രാർത്ഥനയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇവിടെ സ്ക്രീനിൽ കാണാൻ പറ്റുന്നത്. അല്ലാഹുമ്മ ഹ്ദിനി വർസുഖ്നി വആഫിനി വർഹംനി. ഓരോ വാക്കുകളും നമ്മൾ അത്രയും തവണ കേട്ടിട്ടുണ്ടാവും. അതിന്റെ അർത്ഥം എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ ഞാൻ പറയാതെ തന്നെ ഇവിടെ എല്ലാവർക്കും അറിയുന്നതായിരിക്കും. സുബ്ഹാനല്ലാഹ് അല്ലേ? അല്ലാഹുമ്മ, അല്ലാഹുവേ, ഇഹ്ദിനി, എനിക്ക് നീ സന്മാർഗം അഥവാ മാർഗദർശനം നൽകണമേ, എന്നെ സന്മാർഗത്തിൽ നീ ചേർക്കണമേ. വർസുഖ്നി, എനിക്ക് ഏറ്റവും മികച്ച വിഭവമേകുകയും, വആഫിനി, എനിക്ക് സൗഖ്യം നൽകുകയും, വർഹംനി, എന്നോട് കാരുണ്യം ചൊരിയുകയും ചെയ്യണമേ. സുബ്ഹാനല്ലാഹ്. ശരിക്കും ഇതിന്റെ ആശയം മനസ്സിലാക്കാൻ ഇരുന്ന സമയത്ത്, ആ കാര്യങ്ങളൊക്കെ ഇങ്ങനെ കേൾക്കുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ ആലോചിക്കുന്ന ഒരു വിഷയം എന്താ വെച്ചാൽ, സുബ്ഹാനല്ലാഹ്, ഇതിന്റെയൊക്കെയും ആഴത്തിൽ ഇറങ്ങുമ്പോൾ നമ്മളൊക്കെ ഇപ്പൊ നമ്മൾ എപ്പോഴും ഹിദായത്ത് എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും ചോദിക്കുന്നതാണ്. നമ്മൾ നമസ്കാരത്തിലാണെങ്കിലും അല്ലാത്തപ്പോഴാണെങ്കിലും ഓരോ സമയത്തും നമ്മൾ ഹിദായത്തിന് ചോദിക്കുകയാണ്. അപ്പം ഇതിന്റെ ഓരോന്നിന്റെയും ഈ ദുആ എന്ന് മാത്രമല്ല, ഓരോ ദുആന്റെ ആശയങ്ങൾ മനസ്സിലാക്കുമ്പോൾ അള്ളാഹ് ഈ ദുനിയാവില് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഇസ്ലാം ദീന് നൽകി. അതിന്റെ ഓരോ വിശാലമായ മേഖലകൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മളൊക്കെ എത്ര ദുർബലരാണെന്ന് ആലോചിച്ചു പോകുകയാണ്. സുബ്ഹാനല്ലാഹ്. അപ്പൊ എന്താണ് ഈ ദുആ കൊണ്ട് നമ്മൾ അള്ളാഹു സുബ്ഹാനഹു വ തആല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ദുആ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്? എന്താണ് ഇതിന്റെ ആശയം എന്ന് നമുക്ക് ജസ്റ്റ് പെട്ടെന്നൊന്ന് ഓടിച്ചു പോവാം. കാരണം എല്ലാവർക്കും അറിയുന്നതാണ്, പക്ഷെ ഇതിൽ ഉൾക്കൊള്ളുന്ന ഒരു ആശയം ഉണ്ടല്ലേ? സുബ്ഹാനല്ലാഹ്. ഇവിടെ അല്ലാഹു എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, അല്ലാഹു എന്നുള്ള നാമം, അല്ലാഹുവിന്റെ അസ്മാ ഉൽ ഹുസ്ന മുഴുവനും എന്താണ് അതിൽ ഉൾക്കൊണ്ടിട്ടുണ്ട്. ആ ഒരു പവർ ഉണ്ട് അല്ലെ അല്ലാഹുമ്മ എന്ന ആ തേട്ടത്തിന്. അപ്പൊ അത് അള്ളാഹുവിനോട് ദുആ ചെയ്യാൻ വേണ്ടി ഇരിക്കുമ്പോ ആ മുസല്ലയില്, അല്ലെങ്കിൽ മുസല്ലയിൽ തന്നെ ഇരുന്നിട്ട് ദുആ ചെയ്യണമെന്നില്ല, പക്ഷെ ഞാൻ പറയുന്ന വെച്ചാല് ആ ദുആ ചെയ്യാൻ വേണ്ടി നമ്മളെ മനസ്സ് ഒരുങ്ങുന്ന സമയത്ത് അത്രയും താണ് കേണ് അവശനായിട്ട് നമ്മളെ ഹൃദയം ഉണ്ടാവണം. പക്ഷെ എനിക്ക് വേണം അല്ലാഹുമ്മ എന്നുള്ള ആ വിളിയിൽ തന്നെ നമ്മൾ കംപ്ലീറ്റ് അള്ളാഹുവിൽ അങ്ങ് സമർപ്പിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. ഇഹ്ദിനി, ഹിദായത്തിനെയാണ് നമ്മൾ പിന്നെ ചോദിക്കുന്നത് അല്ലെ? ഹിദായത്ത് എന്ന് പറയുമ്പോൾ പൊതുവിൽ നമുക്ക് എല്ലാവർക്കും അറിയാം, ഇസ്ലാം എന്താണ്? ഹിദായത്താണ്. നമ്മൾ ചിലരെങ്കിലും നമ്മൾ മനസ്സിലാക്കുന്ന പൊതുവിലുള്ള ഒരു ധാരണ നമ്മളെ മനസ്സിൽ കയറിക്കൂടും. എനിക്ക് ഹിദായത്ത് കിട്ടിയിട്ടുണ്ടല്ലോ അല്ലെ, അൽഹംദുലില്ലാ, ഞാൻ മുസ്ലിം ആണല്ലോ. പക്ഷെ യഥാർത്ഥത്തിൽ ഇസ്ലാമിലായി എന്നത് കൊണ്ട് മാത്രം ഒരാൾ കാലാകാലം ഹിദായത്തിൽ ഉണ്ടാവണമെന്നുണ്ടോ? ഒരിക്കലും ഇല്ല അല്ലെ? അങ്ങനെയാണ് ഇപ്പൊ നമ്മൾ എന്തിനാണ് ഒരു ദിവസം നമ്മൾ ഏകദേശം നിർബന്ധ നിസ്കാരത്തിൽ മാത്രം 17 പ്രാവശ്യം അല്ലാഹുമ്മ ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം നമ്മൾ ചോദിക്കുന്നുണ്ട്. അപ്പം മുസ്ലിമായ ഒരാളല്ലേ എന്തായാലും നിസ്കരിക്കുള്ളൂ. അപ്പൊ നമ്മൾ എന്തിനാ വീണ്ടും വീണ്ടും ഹിദായത്തിനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്? അപ്പൊ യഥാർത്ഥത്തിൽ എന്തല്ല, ഒരാൾ മുസ്ലിമായി എന്നതുകൊണ്ട് ഹിദായത്ത് പരിപൂർണമാകില്ല. ഹിദായത്ത് എന്നുള്ളത് സുബ്ഹാനല്ലാഹ്, നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇൽമ ലഭിക്കാൻ നമുക്ക് അള്ളാഹുവിന്റെ ഹിദായത്ത് വേണം, ഹിദായത്തു തൗഫീഖ് വേണം. ആ കിട്ടിയ ഇൽമിനെ അമലിൽ കൊണ്ടുവരാൻ നമുക്ക് ഹിദായത്തു തൗഫീഖ് വേണം. അള്ളാഹുവിനെ അനുസരിക്കാൻ, അള്ളാഹു വിലക്കിയ കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കാൻ, ഇതിനൊക്കെ നമുക്ക് എന്ത് വേണം? ഹിദായത്ത് വേണം. സുബ്ഹാനല്ലാഹ്. ഹിദായത്തു തൗഫീഖ് വേണം. അള്ളാഹുവിന്റെ തൗഫീഖ് ഉണ്ടാവണം നമുക്ക്. നമുക്ക് ഇൽമ കിട്ടി, എനിക്കറിയാം ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം, ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യാൻ പാടില്ല എന്ന് എനിക്കറിയാം, പക്ഷെ അതെന്നെ കൊണ്ട് സാധിക്കുന്നില്ല എങ്കിൽ ആ കിട്ടിയ ഇൽമിനെ കൊണ്ട് വല്ല ഉപകാരം ഉണ്ടോ? ഒരു 1% ഉപകാരം ഉണ്ടോ? എനിക്കറിയാം എന്ത്
ഫജർ നിസ്കരിക്കണം എന്ന് എനിക്കറിയാം, പക്ഷെ എന്റെ ഉറക്കം കൊണ്ട് എനിക്കതിന് സാധിക്കുന്നില്ല. അപ്പൊ എനിക്ക് ആ നിസ്കരിക്കണം എന്ന് അറിയാം എന്നുള്ളത് കൊണ്ട് വല്ല ഉപകാരമുണ്ടോ? എനിക്കറിയാം മൂത്തവരോട് നല്ലതിൽ സംസാരിക്കണം, പക്ഷെ എനിക്കതിന് സാധിക്കുന്നില്ല. അപ്പം പിന്നെ ആ കിട്ടിയ ഇൽമിനെ കൊണ്ട് വല്ല ഉപകാരമുണ്ടോ? അതുകൊണ്ടാണ് ഈ ഹിദായത്ത് എന്നുള്ളത് നമ്മള് ജീവിതത്തിലുടനീളം നമുക്ക് ബുദ്ധി വെച്ച കാലം മുതൽ മരണം വരെ അള്ളാഹു തന്ന ഈ ഇസ്ലാം, ഈ ഹിദായത്തിന്റെ വഴിയിൽ അടി ഉറച്ച് നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ദ്വാകളിൽ അള്ളാഹു മഹദീനി എന്ന് ചോദിക്കുന്നത്. കിട്ടിയ ഹിദായത്തിൽ അടി ഉറച്ചു നിൽക്കാൻ, അതിനെ അമലിൽ കൊണ്ടുവരാൻ, ആ ഹിദായത്തിനെ നമ്മളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ വേണ്ടിയിട്ടാണ് അള്ളാഹുവിനോട് നമ്മൾ ചോദിക്കുന്നത്. അള്ളാഹു മഹദിനി. എത്ര ആൾക്കാരുണ്ട് ഹിദായത്ത്, ഇസ്ലാം എന്ന ഹിദായത്ത് കിട്ടിയിട്ട് വഴി തെറ്റിപ്പോയ ആൾക്കാർ നമുക്കറിയാം. ഖുർആൻ പഠിച്ചിട്ട് വഴി തെറ്റിപ്പോയ ആൾക്കാരുണ്ട് അല്ലെ, അള്ളാഹുവിന്റെ ദീനിന്റെ പ്രഭാഷകന്മാരായിട്ട് വഴിതെറ്റിപ്പോയ ആൾക്കാരുണ്ട്. ഒരുപാട് ആൾക്കാർ നമ്മൾ കണ്ണിന് മുമ്പിലുണ്ട്. അതുകൊണ്ട് മരണം വരെ ഈ ഹിദായത്തിൽ അടിയുറച്ചു നിൽക്കാനാണ് ശരിക്കും യഥാർത്ഥത്തിൽ നമ്മൾ അള്ളാഹു മഹദിനി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് ആ ഒരു തൗഫീഖ്, അതാണ് നമ്മൾ ഈ ഫാത്തിഹയിലുടനീളം, ഈ നമസ്കാരത്തിലുടനീളം, സുന്നത്ത് നമസ്കാരത്തിലും അല്ലാത്തപ്പോഴും എപ്പോഴും നമ്മൾ അള്ളാഹുവിനോട് ഹിദായത്തിനെ ചോദിക്കുന്നത്, കിട്ടിയ ഹിദായത്തിൽ അടിയുറച്ച് നിൽക്കാനും ആ ഹിദായത്ത് കൊണ്ട് അമല് ചെയ്യാനും അള്ളാഹുവിനെ എനിക്ക് തൗഫീഖ് നൽകണേ. അതാണ് അതിന്റെ ഉദ്ദേശം. രണ്ടാമത്തെ നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കുന്നത് വർസുഖ്നി എന്നാണ്. സുബ്ഹാനല്ലാഹ്. എന്താണ് വർസുഖ്നി? നമ്മളൊക്കെ റിസ്ക് എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ പൊതുവായ ഒരു അർത്ഥമുണ്ട്, ഉപജീവനം. നമ്മളൊക്കെ കുറച്ചും കൂടി ചുരുക്കി പറയുകയാണെങ്കിൽ ഭർത്താവിന് കിട്ടുന്ന ശമ്പളം എന്നോ അല്ലെങ്കിൽ വീട്ടിലെത്തുന്ന ഭക്ഷണം എന്നൊക്കെ നമ്മൾ ചുരുക്കി 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 നമ്മളെ ഹൃദയത്തിൽ അത് എവിടെയോ സേവ് ആയി പോയിട്ടുണ്ട്. അതുകൊണ്ട് നല്ല റിസ്ക് കിട്ടണമെന്ന് വിചാരിക്കും നമ്മൾ വിചാരിക്കും നല്ല കുറെ പൈസ കിട്ടണം, അതിനെ കൊണ്ട് നല്ല ഭക്ഷണം ഉണ്ടാക്കണം. പക്ഷെ യഥാർത്ഥത്തിൽ വർസുഖ്നി എന്ന് ഉദ്ദേശിക്കുന്നത് സുബ്ഹാനല്ലാഹ്, ഈ ദുനിയാവിലും ആഖിറത്തിലും എന്തൊക്കെ നന്മകള് ഉണ്ടോ, അതായത് എന്തൊക്കെ നന്മകൾ അള്ളാഹു സുബ്ഹാനഹു വ തആല കരുതി വെച്ചിട്ടുണ്ടോ, അതാണ് ശരിക്കും നമ്മൾ വർസുഖ്നി എന്ന് അള്ളാഹുവിനോട് ചോദിക്കുമ്പോൾ ആ നന്മകളൊക്കെയും എനിക്ക് നൽകണമെന്ന് പറയുന്നത്. എത്രത്തോളം എന്ന് വെച്ചാല് ഇന്ന് എനിക്ക് ലഭിക്കാനുള്ള സന്തോഷങ്ങൾ പോലും എന്റെ റിസ്കിൽ പെട്ടിട്ടുണ്ട് എന്നാണ് പറയുന്നത്. സുബ്ഹാനല്ലാഹ്. എന്നാലോചിച്ച് നോക്കൂ, അതാണ് റിസ്ക്. അള്ളാഹുവിന്റെ സ്നേഹം, അള്ളാഹു ഇഷ്ടപ്പെട്ടവരുടെ അള്ളാഹു ഇഷ്ടപ്പെട്ടവരുടെ സ്നേഹം, അങ്ങനെ തുടങ്ങിയ വിശാലമായ ഒരു അർത്ഥമുണ്ട് സത്യത്തിൽ ഈ റിസ്കിന്. സുബ്ഹാനല്ലാഹ്. അതല്ലാതെ നമ്മളെപ്പോഴും പറയുന്നത് പോലെ ഒരു പ്ലേറ്റിൽ ഒതുങ്ങിയിട്ടുള്ള ഭക്ഷണത്തിനല്ല റിസ്ക് എന്ന് പറയുന്നത്. ഈ ദുനിയാവിലും ആഖിറത്തിലും എന്തൊക്കെ നന്മകൾ അള്ളാഹു സുബ്ഹാനഹു വ തആല കരുതി വെച്ചിട്ടുണ്ടോ ആ നന്മകളെയൊക്കെയുമാണ് നമ്മൾ വർസുഖ്നി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് നമ്മൾ തന്നെ ശരിക്കും ഈ ദുആ ചെയ്യുന്ന സമയത്ത് പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാല്, നമ്മൾ ഓരോരുത്തരുണ്ടല്ലോ ഈ ദുആ ചെയ്യുമ്പോൾ ഓരോരുത്തർക്കും ഓരോ ഫീലിംഗ് ആയിരിക്കും ഉണ്ടാവുക. കാരണം എനിക്കറിയാം എനിക്ക് കിട്ടിയ ഹിദായത്ത്, അതായത് എനിക്ക് കിട്ടിയ ഇൽമിന് എത്രത്തോളം അമൽ കൊണ്ടുവരണ്ട. അപ്പൊ ഞാൻ അള്ളാഹു മഹ്ദിനി എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് അത്രയും ഫീലിംഗ് ഉണ്ട്. പക്ഷെ വേറെ തരത്തിലായിരിക്കും. അതുപോലെ വർസുഖ്നി എന്ന് ഞാൻ ചോദിക്കുമ്പോൾ എന്റെ ഹൃദയത്തിനുള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതുപോലെ വേറെ രീതിയിലായിരിക്കും. ആ രീതിയിൽ നമ്മൾ അള്ളാഹുവിനോട് ഹൃദയം നിറഞ്ഞുകൊണ്ട് നമ്മൾ ആവശ്യങ്ങളൊക്കെയും മനസ്സിൽ കണ്ടുകൊണ്ട് തന്നെ ഓരോ കാര്യങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കാം. അപ്പം ആ ഒരു കാര്യം പ്രത്യേകം മനസ്സിലാക്കുക. ഈ ദുനിയാവിലുള്ള മുഴുവൻ ഹസനത്തും ബർക്കത്തും ആണ് വർസുഖ്നി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എല്ലാ ഹസനത്തുകളും, എല്ലാ നന്മകളും, ബറക്കാത്തുകളുമാണ് വർസുഖ്നി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തതായിട്ട് നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കുകയാണ് വആഫിനി. സൗഖ്യമാണ്. നമ്മൾ ആഫിയത്തിനെ പറ്റി ഇന്നലെ വിശാലമായി നമ്മൾ മനസ്സിലാക്കി അല്ലെ. സുബ്ഹാനല്ലാഹ്. ആഫിയത്തിന്റെ പല തലങ്ങളും നമ്മൾ മനസ്സിലാക്കി. അത് തന്നെയാണ് വീണ്ടും ഇവിടെ സൂചിപ്പിക്കാനുള്ളത്. ആഫിയത്ത് എന്ന് പറയുമ്പം സൗഖ്യം എന്ന് നമ്മൾ മലയാളത്തിൽ കൊടുക്കുമെങ്കിലും യഥാർത്ഥ അതിന്റെ ഒരു ആശയം എന്ന് പറയുമ്പോൾ ഈ ദുനിയാവിലും ആഖിറത്തിലുമുള്ള സർവ പരീക്ഷണങ്ങളിൽ നിന്നും അള്ളാഹുവിനോട് സൗഖ്യം ചോദിക്കാണ്, അള്ളാഹുവിനോട് രക്ഷ ചോദിക്കാണ് നമ്മൾ. അതായത് നമ്മൾ ഈ ദുനിയാവില് ജീവിതത്തിൽ കടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോ എന്തൊക്കെ തരത്തിലുള്ള പരീക്ഷണങ്ങൾ നമുക്ക് വരുന്നുണ്ടല്ലോ. സുബ്ഹാനല്ലാഹ്. നമുക്കൊക്കെ എത്ര ആയുസ്സുണ്ടെന്ന് അറിയില്ല, പക്ഷെ ആ ആയുസിന്റെ ഇടയിൽ എത്ര പല തരത്തിൽ ചെറുതും വലുതും പല രൂപത്തിലും ഈമാനികമായിട്ടും ശാരീരികമായിട്ടും ഭൗതികപരമായിട്ടും അങ്ങനെ പലതും നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇനി മരണപ്പെട്ട് കഴിഞ്ഞാലോ അവിടെ ഖബർ ജീവിതം ഉണ്ട്, അത് കഴിഞ്ഞാൽ ഹിസാബ് ഉണ്ട്, പരലോക വിചാരണ, അങ്ങനെ 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 സ്വർഗത്തിൽ എത്തുന്നവർ എന്തൊക്കെ കടമ്പകളുണ്ടോ അങ്ങനെ മൊത്തം
മൊത്തം നമ്മൾ ലോക ജീവിതത്തിലുള്ള എല്ലാ പരീക്ഷണങ്ങളിൽ നിന്നും അള്ളാഹു നീ എനിക്ക് ആഫിയത്ത് നൽകണേ, സൗഖ്യം നൽകണേ എന്ന വിശാലമായ അർത്ഥമാണ് ആ വാക്കിനുള്ളത്. സുബ്ഹാനല്ലാഹ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് യഖീനിന് ശേഷം അള്ളാഹു സുബ്ഹാനഹു വതആല നൽകിയ ഏറ്റവും വലിയൊരു ഖൈറാണ് ആഫിയത്ത് എന്നുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പല ദുആകളിലും ആഫിയത്തിനെ വളരെയധികം മുൻഗണന കൊടുത്തുകൊണ്ട് പ്രാർത്ഥിച്ചതായി നമുക്ക് കാണാൻ പറ്റും. അപ്പം ശരിക്കും ആഫിയത്ത് പറയുമ്പോൾ ആരോഗ്യം എന്നുള്ളതും നമ്മളെ മനസ്സിൽ എവിടെയോ സേവ് ആയിട്ടുണ്ട്. സത്യത്തിൽ ആഫിയത്ത് എന്ന വിശാലമായ വാക്കിന്റെ ഒരു ശാഖ മാത്രമാണ്. പല അർത്ഥങ്ങൾ ആഫിയത്തിനുണ്ട്, അതിൽ ഒരു ശാഖ മാത്രമാണ് ആരോഗ്യം എന്നുള്ളത്. അതിന്റെ വില തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാലേ. സുബ്ഹാനല്ലാഹ്. കാരണം ആരോഗ്യം കൊണ്ട് പ്രയാസപ്പെടുന്നവരാണ് നമ്മളെ മുക്കാൽ ശതമാനം ആൾക്കാരും. നമ്മളല്ലെങ്കിൽ നമ്മളെ വീട്ടിലെ മറ്റൊരാൾക്കെങ്കിലും ഒരു ആരോഗ്യത്തിന്റെ ബുദ്ധിമുട്ടുകൾ, ആരോഗ്യം ഇല്ലാത്തതിന്റെ ബുദ്ധിമുട്ടുകൾ നമുക്ക് കാണാൻ പറ്റും. എത്രത്തോളം ചെറിയ വൈറസുകളാണ് നമ്മളെ കീഴ്പ്പെടുത്തുന്നത്, അങ്ങനെ പലതും. അതിന്റെ ഒന്നും വിശാലമായ തലങ്ങളിലേക്ക് കിടക്കുന്നില്ല. ഞാൻ പറയുന്നത് ആരോഗ്യം എന്നുള്ളതും അതിന്റെ ഒരു ശാഖയാണ്. പക്ഷെ അത് തന്നെ എത്ര ഇമ്പോർട്ടന്റ് ആണ് നമ്മൾ മനസ്സിലാക്കാം. നമ്മുടെ ശരീരത്തിന് ചെറിയൊരു പ്രയാസം വരുമ്പോൾ നമ്മൾ എത്രത്തോളം പ്രയാസപ്പെടുന്നുണ്ട്. അങ്ങനെ വലിയ വലിയ പരീക്ഷണങ്ങൾ കൊണ്ട് ആരോഗ്യത്തിന്റെ വിഷയത്തിൽ പരീക്ഷിക്കപ്പെടുന്നുണ്ട്. അങ്ങനെ എല്ലാ തരത്തിലും ആരോഗ്യപരമായിട്ടും മറ്റ് എന്തൊക്കെ പരീക്ഷണങ്ങളുണ്ടോ അതിൽ നിന്നൊക്കെയും നമ്മൾ അള്ളാഹുവിനോട് രക്ഷ ചോദിക്കുകയാണ് വഅാഫിനി എന്നതുകൊണ്ട്. അവസാനമായി വർഹംനി എന്നാണ് നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കുന്നത്. അള്ളാഹുവിന്റെ വിശാലമായ കാരുണ്യം. ഇവിടെ സത്യത്തിൽ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാല് വർഹംനി അള്ളാഹുവിന്റെ റഹ്മത്താണല്ലോ. ഈ ദുനിയാവില് മുസ്ലിം ആയവർക്കും മുസ്ലിം അല്ലാത്തവർക്കും എത്രത്തോളം എന്ന് വെച്ചാല് അള്ളാഹു ഇല്ല എന്ന് പറയുന്നവർക്ക് പോലും അള്ളാഹുവിന്റെ റഹ്മത്ത് കിട്ടുന്നുണ്ട് അല്ലെ. അവരും ഈ ദുനിയാവില് നന്നായിട്ട് ഭക്ഷണം കഴിക്കുന്നുണ്ട്, നല്ല ശമ്പളം, നല്ല സമ്പാദ്യം ഉണ്ടാക്കുന്നുണ്ട്, നല്ല വീട് വെക്കുന്നുണ്ട്. അള്ളാഹു കൊടുത്ത റഹ്മത്ത് കൊണ്ട് തന്നെയാണ് അള്ളാഹു കൊടുത്ത റഹ്മത്ത് കൊണ്ട് തന്നെയാണ് അവര് പറയുന്നത് അള്ളാഹു ഇല്ല എന്നുള്ളത് പോലും. സുബ്ഹാനല്ലാഹ്. അള്ളാഹുവിന് സന്താനങ്ങൾ ഉണ്ട് എന്ന് പറയുന്നവർക്ക് പോലും അള്ളാഹു റഹ്മത്ത് കൊടുത്തിട്ടുണ്ട് ഈ ദുനിയാവില് അല്ലെ. അവരത്ര സുഖമായിട്ടാണ്, ഒരു പക്ഷെ നമ്മളെക്കാട്ടി സുഖമായിട്ട് അവര് ജീവിക്കുന്നുണ്ട്. അപ്പൊ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ദുനിയാവിലെ റഹ്മത്ത് മാത്രല്ല, റഹ്മത്തിന്റെ ഏറ്റവും വലിയ പര്യായമായിട്ടുള്ള ഒരു അവസ്ഥ എന്താ നമുക്ക് എല്ലാവർക്കും അറിയാം, സ്വർഗാണ് അല്ലെ. അപ്പൊ ഒരു വിശ്വാസി വർഹംനി എന്ന് ചോദിക്കുമ്പോ ദുനിയാവിയായിട്ടുള്ള റഹ്മത്തിനെക്കാട്ടും ഏറ്റവും കൂടുതൽ നമ്മൾ മനസ്സിൽ വരേണ്ടത് പരലോകത്തിലുള്ള അള്ളാഹുവിന്റെ റഹ്മത്താണ്, ആഖിറത്തിലുള്ള അള്ളാഹുവിന്റെ റഹ്മത്താണ്. ആ ഒരു കാര്യം പ്രത്യേകം നമ്മൾ മനസ്സിലാക്കുക. അത് നമുക്കറിയാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഒരു ഹദീസിലെ ഒരു ആശയത്തിൽ വരുന്നുണ്ട്, റസൂല് പറയുന്നുണ്ട് ഒരാളും തന്നെ അവന്റെ കർമ്മകൾ കൊണ്ട് സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല, അള്ളാഹു അവന്റെ കാരുണ്യം കൊണ്ട് അവനെ മൂടിയാലല്ലാതെ എന്നുള്ളത്. സുബ്ഹാനല്ലാഹ്. അപ്പം സഹാബാക്കൾ റസൂലിനോട് ചോദിക്കുന്നില്ലേ, അള്ളാഹുവിന്റെ റസൂൽ അങ്ങും അങ്ങനെ തന്നെയാണോ സ്വർഗത്തിൽ പ്രവേശിക്കാന്ന് ചോദിക്കുമ്പോൾ റസൂൽ എന്താ മറുപടി പറയുന്നത്? തീർച്ചയായിട്ടും എനിക്കും അള്ളാഹുവിന്റെ റഹ്മത്ത് വേണം സ്വർഗത്തിൽ പ്രവേശിക്കാൻ വേണ്ടിയിട്ടെന്നാണ്. സുബ്ഹാനല്ലാഹ്. അപ്പൊ നമ്മൾ ആലോചിക്കുക, അള്ളാഹുവിന്റെ റഹ്മത്തിന് എത്രത്തോളം ഞാൻ ആവശ്യക്കാരിയാണ്. ലോകത്തും അള്ളാഹുവിന്റെ റഹ്മത്ത് നമുക്ക് ആവശ്യമുണ്ട്. നമ്മളെ ജീവിതം സുഖമായിട്ട് സ്മൂത്ത് ആയിട്ട് പോണ അള്ളാഹുവിന്റെ റഹ്മത്ത് നമുക്ക് ആവശ്യമുണ്ട്. നമുക്കറിയാം എത്ര മഹാനായിട്ടുള്ള മാലിക്കായിട്ടുള്ള അള്ളാഹുവാണ്, രാജാവായിട്ടുള്ള അള്ളാഹുവാണ്. ആ അള്ളാഹുവിനാണ് നമ്മൾ ധിക്കരിച്ച് ഈ ദുനിയാവിൽ നടക്കുന്നത്. എന്നിട്ടും നമുക്കൊക്കെ ഇത്രയും റാഹത്ത് ഈ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ എത്രത്തോളം അള്ളാഹുവിന്റെ റഹ്മത്താണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. സുബ്ഹാനല്ലാഹ്. അപ്പൊ അതുകൊണ്ട് മനസ്സിലാക്കേണ്ട എന്താ വെച്ചാല് ഇതിലുള്ള ഓരോ കാര്യത്തിലും നമ്മൾ അള്ളാഹുവിനോട് അത്രയും യാചിച്ചു കൊണ്ടാണ് നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കുന്നത്. അപ്പൊ നമ്മൾ എത്ര അമലുകൾ വാരി കൂട്ടിയാലും അതെന്തല്ല, സ്വർഗത്തിലേക്ക് പോവാൻ നമുക്ക് എന്തല്ല, അത് എവിടെ എത്തൂല എന്ന് പറഞ്ഞാല് അതൊക്കെ ധൂളികളായി പോകേണ്ട അത്രയും ദുർബലമായിട്ടുള്ള അമലുകളാണ് നമുക്കൊക്കെ ഉള്ളൂ. പക്ഷെ അള്ളാഹുവിന്റെ റഹ്മത്ത് ഉണ്ടെങ്കിൽ അള്ളാഹുവിന്റെ റഹ്മത്ത് കൊണ്ട് നമുക്ക് എന്താക്കാൻ പറ്റും, സ്വർഗത്തിൽ പ്രവേശിക്കാൻ പറ്റും. അപ്പൊ ഒരു കാര്യം പ്രത്യേകം മനസ്സിലാക്കുക, റഹ്മത്തിനെ ചോദിക്കുമ്പോ ദുനിയാവിലും തീർച്ചയായിട്ടും നമുക്ക് റഹ്മത്ത് ആവശ്യമുണ്ട്. അള്ളാഹുവിന്റെ റഹ്മത്തിൽ ഈ ദുനിയാവിൽ നമ്മൾ നശിച്ചു പോകും. പക്ഷെ ദുനിയാവിലെ റഹ്മത്തിനേക്കാൾ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്
പ്രത്യേകിച്ച് വിശ്വാസികൾക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് പരലോകത്തുള്ള റഹ്മത്താണ്. ആ ഒരു കാര്യം കൂടി ഇതിന്റെ കൂടെ നമ്മൾ മനസ്സിലാക്കണം എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. ഒരിക്കൽ കൂടി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് പറയുമ്പം ഈ ദ്വാന്റെ അർത്ഥങ്ങൾ മനസ്സിലാക്കും. ശരിക്കും ഹിദായത്ത് പറയുമ്പം നമ്മള് ഞാൻ പറയുന്ന വെച്ചാൽ ഓരോരുത്തരും അവരുടെ ഹൃദയത്തിനുള്ളിൽ ഒന്ന് കൈവെക്കൊന്നും വേണ്ട, പക്ഷെ ചിന്തിച്ചാൽ മതി ദ്വാ ചെയ്യുന്ന സമയത്ത്, അള്ളാഹുവെ എനിക്ക് ഈ ഹിദായത്ത് തൗഫീഖ് എന്ന വിഷയത്തിൽ ഞാൻ ഏതൊക്കെ മേഖലകൾ എന്റെ വീഴ്ചകളുണ്ട് എനിക്കറിയാം. അപ്പൊ അത് ചോദിക്കുമ്പോൾ അത്രയും അതൊക്കെ മനസ്സിൽ നിറഞ്ഞ് ചോദിക്കുക. ഒർസുഖ്നി, എന്തൊക്കെയാണ് എന്റെ ആവശ്യങ്ങൾ, എന്തൊക്കെ നന്മകൾ എനിക്ക് വേണം, അത് ഏതൊക്കെ മേഖലകളിൽ എനിക്ക് ആവശ്യമുണ്ട്, അതൊക്കെ മനസ്സിൽ നിറഞ്ഞ് ചോദിക്കുക. വആഫിനി, ഈ ദുനിയാവിലും നാളെ പരലോകത്തും വരാനിരിക്കുന്ന ഒരുപാട് പരീക്ഷണങ്ങളുണ്ട്. പഠിച്ചവനെ നീ സംരക്ഷിച്ചാലല്ലാത്ത ഇതിൽ നിന്നും എനിക്ക് രക്ഷയില്ല. വർഹംനീ, സുബ്ഹാനല്ലാഹ്, തീർന്നില്ല നമ്മളെ കാര്യം തീർന്നു. നമ്മൾ അത്രയും ഡൗൺ ടു എർത്ത് ആയി കഴിഞ്ഞു. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് ഈ ദ്വാ എന്നല്ല, ഏത് ദ്വാ ചെയ്യുമ്പോഴും ഹൃദയം അറിഞ്ഞുകൊണ്ട്, മനസ്സ് നിറഞ്ഞുകൊണ്ട് താണ് കേണ് പഠിച്ചവനോട് എന്താ പറയാ, അപേക്ഷിക്കുക ഓരോ ദ്വാകളും. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല കിട്ടുന്ന ഇൽമുകൾ അത് ഏറ്റവും ഹൈറായ രീതിയിൽ ജീവിതത്തിൽ അമലിൽ കൊണ്ടുവരാനും ആ ഇൽമിന്റെ നൂറ് നമ്മളെ ജീവിതത്തിൽ ഉടനീളം ഉണ്ടാവാനും അള്ളാഹുവിന്റെ തൗഫീഖ് നമുക്ക് ഉണ്ടാവട്ടെ. വിശാലമായ ആശയത്തിൽ നിന്ന് പരിമിതമായ ചെറിയൊരു അറിവേ ഇവിടെ എത്തിച്ചിട്ടുള്ളൂ. അതിലും ബലഹീനതകൾ ഉണ്ടാവും, പോരായ്മകൾ ഉണ്ടാവും. അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് പുറത്തു തരട്ടെ. കിട്ടിയ ഇൽമിനെ അമലിൽ കൊണ്ടുവരാൻ എനിക്കും കേൾക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. ജസാക്കുമുല്ലാഹു ഖൈറൻ കസീറ. أقول قولي هذا وأستغفر الله لي ولكم ولسائر المسلمين فاستغفروه إنه هو الغفور الرحيم. السلام عليكم ورحمة الله وبركاته. سبحانك اللهم وبحمدك نشهد أن لا إله إلا أنت نستغفرك ونتوب إليك. السلام عليكم ورحمة الله وبركاته.